ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടില്ലടി, ഇപ്പൊ ആനന്ദവല്ലിയുടെ ചരടുവലിക്കൊത്ത് ചലിക്കുന്ന രണ്ടു പാവകളാണ് ജഗനും വന്ദനയും. ആനന്ദവല്ലിയുടെ പാവക്കൂത്ത്. വന്ദനെന്നൊന്നും മിണ്ടാത്തത്? അത് ജഗന്റെ ഭാര്യ 41 നാൾ ജഗനിൽ നിന്ന് അകന്നു കഴിയണം. ഭർത്താവിൽ നിന്ന് അകന്നു കഴിയണമെന്ന് പറയുമ്പോ ജഗന്റെ ഭാര്യ ജഗന് ആഹാരം പോലും വിളമ്പി കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. ജഗന്റെ ഭാര്യ പൂജയും വഴിപാടുകളും നടത്തുന്നത് തന്റെ മൃത്യുദോഷം അകലാനാണെന്നുള്ള സത്യം ജഗൻ ഒരിക്കലും അറിയാൻ പാടില്ല. അല്ല, വന്ദൻ എന്താ ആലോചിക്കുന്നത്? വാ മോളെ, വാ. അല്ല, ഈ വന്ദനയ്ക്ക് എന്താ സംഭവിച്ചത്? വന്ദന എന്തിനാ എന്നെ അങ്ങ് ഒഴിവാക്കുന്നത്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. വന്ദനയുടെ മാറ്റത്തിന്റെ കാരണം അറിഞ്ഞേ പറ്റൂ. വന്ദനമ്മേ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമുക്ക് ആ റൂമിൽ കിടന്നാ മതിയായിരുന്നു. വന്ദനെ, വന്ദനെ, നീ എന്തേ കാണിക്കുന്നത്? നമ്മുടെ മുറിയിൽ നിന്ന് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? വന്ദനെ, എന്നെ നീ എന്തിനാ ഒഴിവാക്കുന്നേ? വന്ദനെ, എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തേ? വന്ദനെ, 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 വാതിൽ തുറക്ക്. വന്ദന, 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 വാതിൽ തുറക്കാൻ. വന്ദന, എന്തീ കാണിക്കുന്നേ? വന്ദന, വന്ദന, വാതിൽ തുറക്കാൻ. വന്ദന, വന്ദന, പ്ലീസ് വാതിൽ തുറക്ക്. വന്ദനമ്മേ, എന്താ? ഉറങ്ങ്. കണ്ടില്ലടി, ഇപ്പൊ ആനന്ദവല്ലിയുടെ ചരടുവലിക്കൊത്ത് ചലിക്കുന്ന രണ്ടു പാവകളാണ് ജഗനും വന്ദനയും. ആനന്ദവല്ലിയുടെ പാവക്കൂത്ത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മുറി കഴിയാൻ അനുവാദമില്ല. ഒന്ന് മിണ്ടാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഇത് കൊള്ളാം. ഈ അവസ്ഥ 41 ദിവസം വരെ സഹിക്കാനുള്ള സഹനശക്തി ഒന്നും ജഗനുണ്ടാവോ? വന്ദനയ്ക്ക് അവനോട് അറപ്പും വെറുപ്പുമാണെന്ന് ജഗന് തോന്നി തുടങ്ങി. അങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് വന്ദനയ്ക്ക് ജഗനോട് പറയാനും നിവർത്തിയില്ലല്ലോ. ഫലമോ, ഒരു നാൾ സഖികെട്ട് ജഗൻ വന്ദനയെ ചവിട്ടി പുറത്താക്കിയിരിക്കും. അതേടി, ജഗൻ വന്ദനയെ എന്നേക്കുമായി ഉപേക്ഷിച്ചിരിക്കും. ആനന്ദവല്ലിയുടെ ലക്ഷ്യം വർക്കൗട്ട് ആകുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരുന്നോ മോളെ? അഴിഞ്ഞാട്ടക്കാരിയും ശാപം ഇടിച്ചവളുമായ വന്ദന പുറത്താവട്ടെ. മറ്റൊരു വിവാഹം കഴിക്കാൻ പോലും ആകാത്ത മാനസിക അവസ്ഥയില് സ്വയം തകർന്ന് മുഴുഭ്രാന്തനായി ഈ ജഗനും അലഞ്ഞു തിരിയട്ടെ. പിന്നെ ഈ ബംഗ്ലാവില് ഒരേ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ, വിദ്യ. എല്ലാം വിദ്യക്ക് കൈയെടുക്കണം. എല്ലാം നിന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന പരുവത്തിൽ എത്തിച്ചിരിക്കുക അപ്പച്ചി. മനപ്പായസം കഴിച്ച് തൃപ്തി വരുത്തിക്കോ. ജഗനും വന്ദനയും പുറത്തായി കഴിഞ്ഞാ നിന്നെയും ജിതേന്ദ്രൻ തമ്മിൽ തെറ്റിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ബംഗ്ലാവിലെ സ്വത്തുക്കൾ എന്റെ മക്കളുടെ കയ്യിൽ. പിന്നെ ഈ ആനന്ദവല്ലി ആയിരിക്കും കരുണാകരന്റെ ഹൈക്കമാൻഡ്. ഇല്ല, എന്റെ കൈ വന്നോട്ടെ. ആദ്യം ആനന്ദവല്ലി അപ്പച്ചി പുറത്താക്കണം, പിന്നെ കരുണാകരക്കുറുപ്പിനെ.
സ്വന്തം ഭാര്യ ബെഡ്റൂമിൽ നിന്ന് അടിച്ചിറക്കുന്നതിനേക്കാളും അപമാനം ഒരു പുരുഷനുണ്ടാവാനുണ്ടോ? പാവൻ ജഗൻ ആകെ തകർന്നിട്ടുണ്ടാവും. ജഗന്റെ മൃത്യുദോഷം അകറ്റാനാണ് ഈ ഒഴിഞ്ഞു മാറലും ഒളിച്ചു കളയും എന്നൊക്കെ തുറന്നു പറഞ്ഞാലോ ആ പാവത്തിനോട്? വേണ്ട, അങ്ങനെ തുറന്നു പറഞ്ഞ പിന്നെ ഞാൻ നടത്തുന്ന വഴിപാടുകൾക്കൊന്നും ഫലപ്രാപ്തി ഉണ്ടാവില്ല. വേണ്ട, എല്ലാം രഹസ്യമായി തന്നെ സൂക്ഷിക്കാം. വന്ദനമ്മേ. മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഇല്ല. എന്തിനാ വന്ദനമ്മേ ചേനാങ്കിളിനെ ഒഴിവാക്കുന്നത്? വന്ദനമ്മേ, ചേനാങ്കിൾ എന്ത് തെറ്റാ ചെയ്തത്? നീ ഒന്നും മിണ്ടാതിരുന്നേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ സ്കൂളിൽ പോകാനുള്ളതാ. വല്ലാത്തൊരു ക്ഷീണം. തളർച്ച തോന്നുമ്പോ കഴിക്കാൻ ഡോക്ടർ ഒരു ഗുളിക തന്നിരുന്നു. ആ ഗുളികയാ ഹരിത എങ്ങോട്ടോ വലിച്ചെറിഞ്ഞു കളഞ്ഞത്. സ്വന്തം മകളെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചത്. അവളുടെ ഒരാവശ്യങ്ങൾക്കും ഒരു കുറവും വരുത്താതിരിക്കാൻ ഞാനും മാധവേട്ടനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്നേഹിക്കല്ലാതെ ഇഷ്ടക്കേടിന്റെ ഒരു തരിമ്പ് പോലും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും പുതിയൊരു താമസ സ്ഥലവും സ്വാതന്ത്ര്യവും കിട്ടിയപ്പോ അവളെല്ലാം പാടെ മറന്നുപോയി. ഒരു തരിമ്പെങ്കിലും സ്നേഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. മാധവേട്ടന് ഉറങ്ങിയിട്ടുണ്ടാവോ? ചെലവുകളുടെ കണക്കുകളൊക്കെ പറഞ്ഞ് പ്രകാശം മാധവേട്ടന്റെ ഉറക്കം കെടുത്തുന്നുണ്ടാവും. പാവ സുചിത്ര മാധവേട്ടനെ നല്ലതുപോലെ നോക്കുന്നുണ്ടാവും. അതാ ആകെ ഒരു സമാധാനം. ഒന്ന് വിളിച്ചാലോ? വേണ്ട, ഉറങ്ങിയെങ്കിൽ ഉണർത്തണ്ട. ഭഗവാനേ.